ഹായ് നമസ്കാരം. എല്ലാവർക്കും ഹോപ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നമുക്ക് ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് ഷിഗല്ലോസിസ് അല്ലെ. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമുക്ക് ഷിഗല്ലോസിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ഷിഗല്ലോസിസ് അല്ലെ? വാക്സിൻ ഇല്ല, ഷിഗല്ല എന്ന് പറയുന്ന അപകടകാരിയാണോ? ഷിഗല്ലയെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് നോക്കിയാലോ. എന്താണ് ഷിഗല്ലോസിസ്? ഷിഗല്ലോസിസ് എന്ന രോഗത്തിന് കാരണമായ ഒരു ബാക്ടീരിയ ആണ് ഷിഗല്ല. എന്താണ്? ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് ഏത്? ഷിഗല്ലോസിസ് എന്ന രോഗത്തിന് കാരണം ഏത് ബാക്ടീരിയ ആണ് മക്കളെ? ഷിഗല്ലയാണ്. ഏതാണ്? ഷിഗല്ല. അപ്പൊ ഷിഗല്ലോസിസ് എന്ന രോഗത്തിന് കാരണം ഏതാണ്? ഒരു ബാക്ടീരിയ ആണ് മക്കളെ. ഒരു ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ ആണ്? ഷിഗല്ല. ഷിഗല്ല എന്ന ഒരു ബാക്ടീരിയ ആണ്, രോഗമാണ്. ഏത് രോഗത്തിന് കാരണം? ഷിഗല്ലോസിസ്. ലോകമെമ്പാടുമുള്ള വയറിളക്കത്തിന് കാരണം, വയറിളക്കത്തിന് പ്രധാന കാരണമായ ബാക്ടീരിയ രോഗമാണ് ഏതാ? ഷിഗല്ലോസിസ്. അപ്പൊ ലോകമെമ്പാടുമുള്ള വയറിളക്കത്തിന് കാരണമായ ബാക്ടീരിയ ആണ് ഷിഗല്ല. ഏതാണ്? ഷിഗല്ല. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ഷിഗല്ലോസിസ് എന്ന രോഗത്തിന് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് ഷിഗല്ല. ലോകമെമ്പാടും കാണുന്ന സാധാരണ വയറിളക്ക രോഗത്തിന് കാരണമായ ബാക്ടീരിയയുടെ പേര് കൂടിയാണ് ഷിഗല്ല. ഇനി ഡിഗ്രി പ്രിലിംസ് എഴുതിയിട്ടിരിക്കുന്ന എൻ്റെ മക്കളുമാർ ഒരുപാട് പേര് ഉണ്ടല്ലേ. ഡിഗ്രി പ്രിലിംസ് എഴുതിയിട്ടിരിക്കുന്ന അല്ലെ, അവിടെ ചെല്ലുമ്പോൾ മെയിൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിനെക്കുറിച്ചൊരു ചോദ്യം. കാര്യം ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് ഇപ്പൊ ഈ 2 മാസത്തെ ചരിത്രം നോക്കിയാൽ ഉറപ്പായിട്ടും ഈ 2 മാസത്തോട് ഉറപ്പായിട്ടും PSC ചോദിച്ചിരിക്കും. അപ്പൊ എന്താണ് ഈ ഷിഗല്ല എന്ന ബാക്ടീരിയയുടെ പ്രത്യേകത? അത് നോൺ മോട്ടൈലാണ്, ഗ്രാം നെഗറ്റീവ്, ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് എന്നറിയപ്പെടും. എന്താണ് പറഞ്ഞത്? നോൺ മോട്ടൈൽ, ഗ്രാം നെഗറ്റീവ്, ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് എന്നറിയപ്പെടും. എന്താണ്? നോൺ മോട്ടൈൽ ആണ്, ഗ്രാം നെഗറ്റീവ് ആണ്, ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് ആണ്. സാർ എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്നുമില്ലടാ മക്കളെ, ഒന്നുമില്ല. ശ്രദ്ധിച്ചിരിക്കുക. നോൺ മോട്ടൈൽ ആണ്. സാധാരണ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഷിഗല്ലയുടെ സൈസ് ഇങ്ങനെ ഷിഗല്ല ഇരിക്കുന്നത്, റോഡ് ഷേപ്പിടാ. ഈ ഷിഗല്ല അല്ലെങ്കിൽ ബാക്ടീരിയക്ക് സഞ്ചാര ഉപാധിയുണ്ട്. ഏതാ? ഫ്ലജല്ല. ഏതാണ്? ഫ്ലജല്ല. ബാക്ടീരിയയുടെ സഞ്ചാര ഉപാധിയാണ് ഫ്ലജല്ല. അപ്പൊ നമ്മുടെ ഈ ഷിഗല്ല എന്ന ബാക്ടീരിയക്ക് ഫ്ലജല്ല ഇല്ല. ഷിഗല്ല എന്ന ബാക്ടീരിയക്ക് എന്തില്ല? ഫ്ലജല്ല ഇല്ല. അപ്പൊ ഷിഗല്ല എന്ന ബാക്ടീരിയക്ക് എന്തില്ലടാ മക്കളെ? ഫ്ലജല്ല ഇല്ല. സോ നോൺ മോട്ടൈൽ ആണ്, സഞ്ചാരം ഇല്ല, നോൺ മോട്ടൈൽ ആണ്. അതുപോലെ ഗ്രാം നെഗറ്റീവ് ആണ്. അതായത് ഗ്രാം ടെസ്റ്റില്, അതായത് ഒരു ടെസ്റ്റ് ആണ്, അപ്പൊ ഒരു പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ് ആണ് ഗ്രാം നെഗറ്റീവ്. അതായത് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു പരീക്ഷണമുണ്ട്. ഗ്രാം സ്റ്റെയിനിങ് ഓർത്തിരിക്കണേ മക്കളെ, ഡിഗ്രി എഴുതുന്ന പിള്ളേരാണ്. അപ്പൊ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു പരീക്ഷണത്തില് സാധാരണ സ്റ്റെയിൻ ഒഴിക്കുമ്പോൾ ഈ ബാക്ടീരിയകള് ക്രിസ്റ്റൽ വയലറ്റ് കളർ ഉണ്ടാക്കും. ക്രിസ്റ്റൽ വയലറ്റ് കളറാണ് കാണിക്കാറ്. എന്നാൽ നമ്മുടെ ഷിഗല്ല ഉണ്ടല്ലോ, ക്രിസ്റ്റൽ വയലറ്റ് കളർ കാണിക്കില്ല. പകരം പിങ്ക് കളറ് അല്ലെങ്കിൽ റെഡ് കളർ കാണിക്കാം. പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ കാണിക്കാം. അതുകൊണ്ടാണ് ഇവനെ ഗ്രാം നെഗറ്റീവ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ്. സാധാരണ ബാക്ടീരിയ ജീവിക്കുന്നത്, അവരുടെ ശ്വസനം എന്താണ്? അനൈറോബിക് ആണ് അല്ലെ. അവയ്ക്ക് അവായു ശ്വസനമാണ്. എന്നാൽ ഈ നമ്മുടെ ഷിഗല്ലയ്ക്ക് വായു ശ്വസനവും പറ്റും, അവായു ശ്വസനവും പറ്റും. ഓക്സിജൻ ഉണ്ടെങ്കിലും ജീവിക്കാം, ഇല്ലെങ്കിലും ജീവിക്കാം. സോ നോൺ ആസ് ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ്. കിട്ടിയോ? അപ്പൊ നോൺ മോട്ടൈൽ, ഗ്രാം നെഗറ്റീവ്, ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? നമ്മുടെ ഷിഗല്ലയെ വിളിക്കുന്ന. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിഗ്രി മെയിൻസ് എഴുതുന്ന കുട്ടികൾക്ക്. അപ്പൊ ബാക്കിയുള്ള പരീക്ഷയ്ക്ക് വരുമ്പോൾ ഷിഗല്ലോസിസ് എന്ന രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാ? ഷിഗല്ല. ലോകമെമ്പാടും ഉണ്ടാകുന്ന വയറിളക്കത്തിന്റെ പ്രധാന ബാക്ടീരിയ ആണ് ഷിഗല്ല. ഇനി ഷിഗല്ല എന്ന രോഗം പകരുന്നത് എങ്ങനെയാ? സമ്പർക്കം, മലമൂത്ര വിസർജനം, ലൈംഗിക സമ്പർക്കം, മലിന ഭക്ഷണ പാനീയങ്ങൾ. വളരെ സിമ്പിൾ അല്ലേ? സമ്പർക്കം മൂലം വരും, മലമൂത്ര വിസർജനം, ലൈംഗിക സമ്പർക്കം, മലിന ഭക്ഷണ പാനീയങ്ങൾ വഴി. ഇത് ഉള്ളിലേക്ക് വന്നാൽ എവിടെയാ ബാധിക്കുന്ന കുഞ്ഞുങ്ങളെ? ഷിഗല്ല ബാധിക്കുന്ന എവിടാന്നറിയാമോ? പറയാമോ? വളരെ സിമ്പിൾ ആണ്. ചെറുകുടലാണ്. ചെറുകുടലിന്റെ ആരംഭ ഭാഗമായ
പക്വാശയത്തിലാണ് ബാധിക്കുന്നത്. ചെറുകുടലിന്റെ ആരംഭ ഭാഗമായ പക്വാശയത്തിലേക്കാണ് ബാധിക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 1 to 4 days ആണ്. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 1 to 4 days ആണ്. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഏതാണ്? 1 to 4 days. അപ്പൊ ബാധിക്കുന്നത്, ഈ രോഗം പൊതുവെ ബാധിക്കുന്ന ആരെയാണ് മക്കളെ? പൊതുവെ ബാധിക്കുന്ന ആരെയാ? 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കും. ഇത് പൊതുവെ ബാധിക്കുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. കിട്ടിയോ? അപ്പൊ ഇവിടെ ഗ്രാം സ്റ്റെയിനിങ് എന്ന പരീക്ഷണത്തില് ക്രിസ്റ്റൽ വയലറ്റ് കളർ കിട്ടില്ല. പിന്നെ അവർക്ക് എന്ത് കളറാണ് കിട്ടുന്നത്? ചിത്രത്തിൽ നോക്കിയാൽ കാണാം, പിങ്ക് അല്ലെങ്കിൽ റെഡ്. കിട്ടിയോ? 2 ആഴ്ചയിൽ കൂടുതലുള്ള വയറിളക്ക രോഗം എന്തിന്റെ ലക്ഷണമാണ്? ഷിഗല്ലോസിസ് ആണ്. കിട്ടിയോ? ഇനി ലോകത്തിൽ ആദ്യമായി ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത് എവിടെയാ? നമ്മുടെ ജപ്പാൻ 1897. നിങ്ങൾക്ക് ചിത്രത്തിൽ സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണാം അല്ലേ? അദ്ദേഹത്തിന്റെ പേരാണ് കിയോഷി ഷിഗ. ആരാണ്? കിയോഷി ഷിഗ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ജപ്പാൻ ശാസ്ത്രജ്ഞനായ കിയോഷി ഷിഗയാണ് ഷിഗല്ല എന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത്. സിമ്പിൾ. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത് ജപ്പാനിലാണ്. 1897 ജപ്പാൻ ശാസ്ത്രജ്ഞനായ കിയോഷി ഷിഗയാണ് ഷിഗല്ല എന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത്. ഇനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് വെസ്റ്റ് ബംഗാൾ 1984. അപ്പൊ ലോകത്തിൽ ആദ്യം ജപ്പാനിലാണ് 1897, ഇന്ത്യയിൽ ആദ്യം വെസ്റ്റ് ബംഗാൾ 1984. ഇനി ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യം ഉണ്ടായത് കോഴിക്കോട് ജില്ല 2020. കോഴിക്കോട് ജില്ലയില 2020 കേരളത്തിലെ ആദ്യത്തെ മരണം എവിടെയാണ്? കോഴിക്കോട്. 2026 ഈ വർഷം 2026 ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് ജില്ല. 4 വയസ്സുള്ള പെൺകുഞ്ഞ് മരണപ്പെട്ടു. നിർഭാഗ്യവശാൽ 4 വയസ്സുള്ള പെൺകുഞ്ഞ് മരണപ്പെട്ടു. ക്ലിയർ അല്ലേ? ഈ 2 ക്വസ്റ്റ്യൻ, ഞാൻ ഈ പച്ചയിൽ മാർക്ക് ചെയ്തേക്കുന്ന 2 ക്വസ്റ്റ്യൻ നിങ്ങൾ കമ്പനി ബോർഡ് LGS പഠിക്കുക. ഉറപ്പായിട്ട് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ചില ക്വസ്റ്റ്യൻ അങ്ങനെയാണല്ലോ, നമുക്ക് ഉറപ്പിക്കാം അല്ലെ? ഈ അടുത്തു വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ഒന്നാണ്. കേരളത്തിൽ ആദ്യം കോഴിക്കോട് ജില്ല, ആദ്യ മരണം കോഴിക്കോട് ജില്ല 2026. അതിനുശേഷം മലപ്പുറത്ത് മരണം ഉണ്ടാവുന്നു, തൃശ്ശൂർ ഉണ്ടാവുന്നു, വീണ്ടും കോഴിക്കോട് മരണം ഉണ്ടാവുന്നു അല്ലെ? അപ്പൊ ഇനി മരണസംഖ്യ ഉയർന്നേക്കാവുന്ന കുട്ടികളിൽ മരണസാധ്യതയുള്ള കുട്ടികളുടെ മരണത്തിന് കാരണമായ ലോക ജനസംഖ്യയിൽ കുട്ടികളുടെ മരണത്തിന് കാരണമായ 3ാമത്തെ രോഗമാണ് ഷിഗല്ല. ഏതാണ് മക്കളെ? ഷിഗല്ല. കുട്ടികളെ മനസ്സിലാവുന്നുണ്ടോ? ഷിഗല്ല. കുറച്ച് സ്പീഡിലാ പറയുന്നത് കേട്ടോ. ഷിഗല്ല. ഓക്കെ. ഷിഗല്ലോസിസ് എന്ന രോഗം 4 തരത്തിലുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷിഗല്ലോസിസ് പ്രധാനമായും 4 തരം. എത്ര തരമുണ്ട്? 4 തരം. ഏതൊക്കെയാന്ന് പറയാമോ? ഷിഗല്ല ഡിസെന്റേരിയ, ഷിഗല്ല ഫ്ലെക്സിനേരി, ഷിഗല്ല ബോയിഡി, ഷിഗല്ല സോണി. അപ്പൊ ഷിഗല്ല ഡിസെന്റേരിയ, ഷിഗല്ല ഫ്ലെക്സിനേരി, ഷിഗല്ല ബോയിഡി, ഷിഗല്ല സോണി. അപ്പൊ ഏതൊക്കെയാ? ഷിഗല്ല ഡിസെന്റേരിയ, ഷിഗല്ല ഫ്ലെക്സിനേരി, ഷിഗല്ല ബോയിഡി, ഷിഗല്ല സോണി. അപ്പൊ നോക്കിയേ മക്കളെ, മോസ്റ്റ് കോമൺ ഇൻഡസ്ട്രിയൽ വേൾഡില്, അതായത് വികസിത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണ് ഏത്? ഷിഗല്ല ഡിസെന്റേരിയ. അങ്ങനെയാണെങ്കിൽ ഷിഗല്ല ഫ്ലെക്സിനേരി വികസ്വര രാജ്യങ്ങളിൽ, ഡെവലപ്പിംഗ് കൺട്രികളിൽ, ഇന്ത്യയിലൊക്കെ വന്ന രോഗം ഏതാണ്? ഷിഗല്ല ഫ്ലെക്സിനേരിയ ആണ്. അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഏതാ? ഷിഗല്ല ഡിസെന്റേരിയ ആണ്. മോസ്റ്റ് കോമൺ ഇൻ ഇൻഡസ്ട്രിയൽ വേൾഡ്, അതായത് വികസിത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്നത് ഏതാ? ഷിഗല്ല ഡിസെന്റേരിയ ആണ്. എന്നാൽ വികസന രാജ്യങ്ങളിൽ, ഡെവലപ്പിംഗ് കൺട്രിയിൽ ഏതാ വന്നത്? ഷിഗല്ല ഫ്ലെക്സിനേരി. അപ്പൊ ചോദിക്കാം, ഇന്ത്യയില്, കേരളത്തില് ഇപ്പൊ വന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാം. എന്റെ മക്കളുമാര് പറയണം. ഷിഗല്ല ഫ്ലെക്സിനേരി, ഷിഗല്ല ബോയിഡിയാണ്. ഇനി നോക്കിയേ, ഇതിന്റെ ചികിത്സാ രീതി.
റീഹൈഡ്രേഷൻ തെറാപ്പിയാണ്. റീഹൈഡ്രേഷൻ തെറാപ്പി, ORS ഒക്കെ അല്ലെ. അതായത് റീഹൈഡ്രേഷൻ തെറാപ്പി പ്രധാന ചികിത്സ ഇതാണ്. ഇനി ഇതിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് മക്കളെ, ഇതൊരു ബാക്ടീരിയ അല്ലേ, ബാക്ടീരിയ കൊല്ലുന്ന മരുന്നിന്റെ പേരെന്താ? ആന്റിബയോട്ടിക്സ് എന്നാണ്. ബാക്ടീരിയ കൊല്ലുന്ന മരുന്നിന്റെ പേരെന്താ? ആന്റിബയോട്ടിക് ആണ്. അപ്പൊ ബാക്ടീരിയകളെ കൊല്ലുന്ന മരുന്ന് ഏതാ? ആന്റിബയോട്ടിക്. അപ്പൊ ഒരുവിധപ്പെട്ട ആന്റിബയോട്ടിക്കുകളെല്ലാം ഏതിനുപയോഗിക്കാം? എൻ്റെ മക്കളെ, ഏതിനുപയോഗിക്കാം? നമ്മുടെ ഷിഗല്ലോസിസിന് ഉപയോഗിക്കാം. അപ്പൊ അസിത്രോമൈസിൻ, അതോ സിപ്രോഫ്ലോക്സാസിൻ, ഇതെല്ലാം എന്തിനുപയോഗിക്കാം? നമ്മുടെ ഷിഗല്ലോസിസിന് ഉപയോഗിക്കാം. എന്താണ് ആന്റിബയോട്ടിക്? ആന്റിബയോട്ടിക് ടു കിൽ ബാക്ടീരിയ കൊല്ലുന്ന മരുന്നാണ് ആന്റിബയോട്ടിക്. ബാക്ടീരിയ കൊല്ലുന്ന മരുന്നാണ് ആന്റിബയോട്ടിക്. ഈ ആന്റിബയോട്ടിക്, ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. ഏതാണ്? പെനിസിലിൻ. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തി. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കണ്ടെത്തിയത് പെനിസിലിൻ. ഏതാ? പെനിസിലിൻ നൊക്ടേറ്റം എന്ന് പറയുന്ന നൊക്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണ് കണ്ടെത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആന്റിബയോട്ടിക് ആരെ നശിപ്പിക്കും? ബാക്ടീരിയ നശിപ്പിക്കും. ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകളെ കൊല്ലും. അങ്ങനെ 1928 നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് അദ്ദേഹം പെനിസിലിൻ നൊക്ടേറ്റം എന്നൊരു ഫംഗസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് നൊക്ടേറ്റം? പെനിസിലിൻ നൊക്ടേറ്റം. ഈ ഒരു റൊട്ടിയിൽ ഇങ്ങനെ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക. ആ റൊട്ടിയിൽ പെനിസിലിൻ നൊക്ടേറ്റം എന്ന ഫംഗസ് വളർന്നെടുത്ത് മാത്രം ബാക്ടീരിയ കാണാൻ പറ്റിയില്ല. പെനിസിലിൻ നൊക്ടേറ്റം എന്ന ഫംഗസ് ഇരിക്കുന്നിടത്ത് ബാക്ടീരിയ വളരുന്നില്ല. ആര് ശ്രദ്ധിച്ചു? അലക്സാണ്ടർ ഫ്ലെമിംഗ് ശ്രദ്ധിച്ചു. അപ്പൊ പെനിസിലിൻ നൊക്ടേറ്റം എന്ന ഫംഗസ് ഇരിക്കുന്നിടത്ത് ബാക്ടീരിയ വരുന്നില്ലെങ്കിൽ പെനിസിലിൻ നൊക്ടേറ്റം എന്ന ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽ ആർക്ക് വിഷമാണ്? ബാക്ടീരിയ കൊന്നു അല്ലെ. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക്കിന് പേര് കൊടുത്തു. പെനിസിലിൻ നൊക്ടേറ്റം എന്ന ഫംഗസിൽ നിന്നുണ്ടായതുകൊണ്ട് പെനിസിലിൻ എന്ന പേര് കൊടുത്തു. 1928 ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക്കിനെ കണ്ടെത്തി. ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഏത് ഫംഗസിൽ നിന്ന്? പെനിസിലിൻ നൊക്ടേറ്റം എന്ന ഫംഗസിൽ നിന്ന്. ക്ലിയർ ആണോ? അപ്പൊ ആന്റിബയോട്ടിക് നിർമ്മിക്കുന്നത് ഫംഗസിൽ നിന്ന്, ആന്റിബയോട്ടിക് നശിപ്പിക്കുന്നത് ബാക്ടീരിയയെ. വളരെ വ്യക്തമാണെന്ന് തോന്നുന്നു. ക്ലിയർ ആണോ? ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ എല്ലാ ആന്റിബയോട്ടിക്കുകളും, ഒരുവിധപ്പെട്ട ആന്റിബയോട്ടിക് എല്ലാം നമ്മുടെ ഷിഗല്ലോസിസിന് ഉപയോഗിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ഓർക്കുക മക്കളെ, ആന്റിബയോട്ടിക് ഉണ്ടെങ്കിലും ഇതിന് വാക്സിൻസ് ഇല്ല. ഷിഗല്ലോസിസിന് നിലവിൽ വാക്സിൻ ഇല്ല. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ വളരെ വ്യക്തമായി ചെറിയ കുറച്ച് അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പൊ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഈ വർഷം നമ്മളുടേതാണ്. ഓക്കെ, താങ്ക് യു.